ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എറണാകുളത്ത് ആദ്യത്തെ മരിച്ചത് അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രെൻഡ് ആയിരിക്കുകയാണ് കൊറിയൻ ഫുഡ്, കൊറിയൻ ഗ്ലാസ് സ്കിന്ന്, അതുപോലെ കൊറിയൻ ഡ്രാമ, കൊറിയൻ ബാൻഡ്, കൊറിയൻ ആം, എന്താണ് പാട്ട് സംഘം അല്ലെ? അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണണം, കൊറിയയിൽ പോകണം, കൊറിയയിൽ പോയി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കൊറിയക്കാരെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കൊറിയക്കാരുടെ പോലത്തെ സ്കിന്നാവണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡ്. ചെറിയ ചെറിയ പിള്ളേരാണ് ഇപ്പൊ, കൗമാരക്കാരാണ് കൂടുതലും ഇത് ട്രെൻഡായി. നമുക്കൊന്നും ഈ കൊറിയ, ഈ ബി ടി എസിനെ കുറിച്ചോ, കൊറിയയിലെ ബാൻഡിനെ കുറിച്ചോ, ബി ടി എസിനെ കുറിച്ചോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആ കൂടി അറിയുന്നത് എന്താണ്? എറണാകുളത്ത് ബി ടി എസ് റോഡ്, അതും കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് അറിയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ, കൗമാരപ്രായക്കാർക്ക് ഫുള്ളും ഇതിനെക്കുറിച്ച്, കൊറിയക്കാരെ കുറിച്ച് ഫുള്ളും അറിയാം. അപ്പൊ ആദ്യത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കാൻ കാരണം? അപ്പൊ ഈ കൊറിയൻ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്, നമുക്ക് അതൊക്കെ ഡിസ്കഷൻ നടത്താം. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനെ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ ആദിത്യ എറണാകുളം ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ഒരു കൊറിയൻ യുവാവിനെ പരിചയപ്പെട്ടു എന്ന് പറയുന്നത്. അതൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതിലുപരിയായിട്ട് എന്തൊക്കെയോ ആണ്. അതുകൊണ്ടാണ് ആ കുട്ടി മരിക്കാൻ തന്നെ കാരണം അല്ലെ? അപ്പോ ശരിക്കും കൊറിയൻ സംഭവങ്ങളൊക്കെ വളരെയധികം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കേരളത്തില് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഹിറ്റാണ് അവരൊക്കെ നമ്മുടെ നാട്ടില്. ശരിക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരില് നല്ലൊരു ഭംഗിയുള്ള മീശ, അല്ലെങ്കിൽ ഇരുനിറക്കാര്, അല്ലെങ്കിൽ കട്ടിയുള്ള മീശ, അല്ലെങ്കിൽ അത്യാവശ്യം ഹൈറ്റുള്ള പുരുഷൻ, അല്ലെങ്കിൽ അങ്ങനെ ബലമുള്ള പുരുഷൻ, ഇതിങ്ങനെയൊക്കെയാണ് സാധാരണ സ്ത്രീകളിൽ പണ്ട് പണ്ട് എന്നല്ല, അത്യാവശ്യം ആളുകളുടെ മനസ്സിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്, ഇപ്പോഴത്തെ കൗമാര പ്രായക്കാരുടെ ഇടയിൽ എന്താണ് ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറിയൻ ഫേസ് ഉള്ളത്, ഗ്ലാസ് സ്കിൻ ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഒരുപാട് യൂട്യൂബിൽ തന്നെ ഗ്ലാസ് സ്കിൻ, കൊറിയക്കാരുടെ പോലത്തെ ഗ്ലാസ് സ്കിന്ന് നിങ്ങൾക്ക് വേണോ, അത് നിങ്ങൾ ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ഓരോ ടിപ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ ഗ്ലാസ് സ്കിന്നുള്ള, അതായത് സ്ത്രീകളുടെ പോലത്തെ ഫേസ് ഉള്ള, നല്ല പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന സ്ത്രീകളുടെ പോലത്തെ ഫേസുകളൊക്കെ, ചില മിക്ക ആൾക്കാരും വളരെയധികം വെയിൽ കൊള്ളാതെ അങ്ങനെയൊക്കെ നടക്കുന്ന, അങ്ങനത്തെ ഫേസ് ഉള്ള, ഒരു കുരു പോലും, മുഖക്കുരു പോലും വരാത്ത, എന്താ പറയാ, മുടിയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിൽ പറ്റിയിട്ടുള്ള, ഈ പിള്ളേരെ കാണുന്നില്ല, ഈ ഫോട്ടോസിൽ കാണുന്ന പിള്ളേര്, അങ്ങനെയുള്ള പിള്ളേരെയാണ് ഇപ്പോഴത്തെ കൗമാരപ്രായക്കാർക്ക് ഇഷ്ടം. അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു, പ്രേമം കൂടുന്നു, അവരെ പോലെ അനുകരിക്കാൻ നോക്കുന്നു, അവരുടെ ഫുഡ് കഴിക്കാൻ നോക്കുന്നു. ഇതൊക്കെയാണ് പണ്ടൊക്കെ നമ്മളെല്ലാവരും എന്താ ചെയ്തിരുന്നത്? ബാലരമ വായിക്കുന്നു, കഥാബുക്കുകൾ വായിക്കുന്നു, ഡിങ്കൻ, മായാവി, ഇങ്ങനെ കുറെ കഥാപാത്രങ്ങൾ, ശക്തിമാൻ, അല്ലെങ്കിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ കുറെ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കൂടുതൽ ആരാധിച്ച് കുട്ടികൾ അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെയായിരുന്നു ഒരുവിധം ടൈം വരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ട്രെൻഡ് മാറിയിരിക്കുകയാണ്. ട്രെൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒറിജിനൽ ഈ ചെറിയ പിള്ളേരെ പോലെ, ബി ടി എസിനെ പോലെ ആവണം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, അവർ കുടിക്കുന്ന ചായ കപ്പുകളിൽ പോലും ബി ടി എസിന്റെ ഫോട്ടോ പതിപ്പിക്കണം, അല്ലെങ്കിൽ കിടക്കുന്ന ബെഡിലോ തലേണയിലോ ബി ടി എസിന്റെ ഫോട്ടോ വേണം, അല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, അവരുടെ ഫോട്ടോസ് ഫ്ലിപ്കാർട്ടിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നന്നായി ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഫുഡ്, അവരെ പോലത്തെ ഫുഡ് തന്നെ വേണം, നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇത് ട്രെൻഡായി മാറിയപ്പോ അതിന്റെ ഒരു ഇരയാണ് നമ്മുടെ ആദിത്യ. ആദിത്യ അത് മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് എടുത്തുപോയി. ഇങ്ങനെ ഒരു കുറെ യുവാവ് ഉണ്ടോ എന്ന് പോലും അറിയുകയില്ല സത്യത്തില്. ശരിക്കും ബി ടി എസിനെ കാണാൻ ഞങ്ങൾക്ക് സൗത്ത് കൊറിയ പോകണം എന്നൊക്കെയാണ് മിക്ക പിള്ളേരും ഇപ്പൊ പറയുന്നത്. ചെറിയ ചെറിയ പിള്ളേരുകളാണ് കേട്ടോ, അത്യാവശ്യം 18 വയസ്സ് കഴിഞ്ഞവരൊന്നല്ല. അതിനിടയിലുള്ള ഈ കൗമാരപ്രായക്കാർക്ക് ബുദ്ധി ഉറച്ച് ഒരു 10 വയസ്സൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ബുദ്ധി കുറച്ച് കഴിഞ്ഞാൽ നേരെ കൊറിയ കൊറിയ കൊറിയ. അവരുടെ സ്കിന്ന്, ഓ എന്തൊരു ഭംഗിയാണ് അല്ലെ? ഇതൊക്കെയാണ് ഇവരുടെ ഇപ്പൊ സംസാര വിഷയം. സ്കൂളുകളിൽ മുഴുവൻ, നീ ആ ടീമിനെ അറിയില്ലേ, ബി ടി എസിനെ അറിയില്ലേ, ഓ നീ അറിയില്ല അല്ലെ, നീ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വേണ്ട, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ കുട്ടികളുടെ വിചാരം എന്താണ്? ഓഹോ, അപ്പൊ അവരറിയണല്ലേ നന്നായിട്ട്, അപ്പൊ അവര് കൂടുതലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും എന്താണ് സംഭവം. അങ്ങനെ അഡിക്റ്റ് ആയി പോവാണ്. അപ്പൊ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ കൊറിയ കൊറിയ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ പുതിയ തലമുറ എന്താണ്, ഇമോഷൻസ് വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്ത് ഇമോഷനാണ് അവർക്ക് വരുന്നത്? ഇപ്പൊ പ്രണയമാണ് വരുന്നത് വെച്ചാൽ നടു റോട്ടിലാണോ, പാർക്കിലാണോ, ബീച്ചിലാണോ എന്ന് നോക്കാതെ അവർ പലതരം കേളികളും കാമകിളികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതാണ് മിക്ക സ്ഥലത്തും അല്ലെ? ഇപ്പൊ ദേഷ്യമാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് അടിച്ച് കഷ്ണമാക്കി ഇടുക. നമ്മൾ ഒരുപാട് പിള്ളേര് അടി കൂടുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടു. ഞാൻ ചെയ്തിട്ടില്ല അതൊന്നും. പക്ഷെ എന്താണ് ചെയ്യുക, ഇവരെന്താണ് പറയാ?
ഇവര് ചീത്ത പറയാൻ അടിക്കാനും പാടില്ല. കാരണം ഇവര് ഇമോഷൻസ് ഹൈ ലെവലായിട്ട് നിൽക്കുന്നത്. അവര് ആരെയാണ് അടിക്കുക തിരിച്ചടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു കുട്ടി 16 വയസ്സായ കുട്ടീനിട്ട് എല്ലാവരും ഈ 16, 18 വയസ്സായ പിള്ളേരെ തന്നെ അടിച്ചു പൊതുക്കണ വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പിടിച്ചു നിൽക്കാനുള്ളതില്ല. ഇനിയിപ്പോ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഉടനെ തന്നെ ദേഷ്യം വരുന്നു, വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ഉടനെ മരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ചെറുതായിട്ട് വരുമ്പോഴേക്കും ഉടനെ മരിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡാണ്. ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതലും അവർക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. കൊടുത്ത സമയങ്ങളിൽ തന്നെ അവരെ വാച്ച് ചെയ്യുക. എന്തൊക്കെയാണ് അവർ കാണുന്നത്, എന്തൊക്കെയാണ് അവര് അവരുടെ ഫോണിൽ നോക്കുന്നത് നമ്മൾ വാച്ച് ചെയ്യണം. കുറച്ച് ടൈം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഇപ്പൊ അതുപോലെ തന്നെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ഓരോ അവരുടെ കാലഘട്ടങ്ങളും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് അവരുടെ ഒരു വളർച്ചാ കാലഘട്ടം വരെ അത്യാവശ്യം അവര് നെല്ലും പതിരും തിരിച്ചറിയാറായി എന്നുള്ള കാലഘട്ടം വരെ നമ്മൾ അവരെ പിന്നിൽ നടന്ന് നയിക്കുക തന്നെ വേണം. അല്ലാതെ ഒന്നും പറ്റത്തില്ല. ഇപ്പൊ ഈ കുട്ടിയുടെ ഫോണ് പോലീസ് പരിശോധിക്കണം. ഈ കുട്ടി കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. ആ കുറിപ്പിൽ എന്താ പറയുന്നത്? ആത്മഹത്യ കുറിപ്പിൽ എന്താ പറയുന്നത്? ഈ യുവാവ് മരിച്ച മനം നൊന്തുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. കുറേ യുവാവ് മരിച്ചു. ഈ കുട്ടിയെ പ്രണയിക്കുന്നതോ ഫ്രണ്ട്ഷിപ്പിലുള്ളോ ആയിട്ടുള്ള യുവാവ് മരിച്ചിരിക്കുന്നു. അതെന്റെ മനസ്സിന് ഭയങ്കര ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കണം. എന്റെ രക്ഷാകർത്താക്കൾ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ യുവാവില്ലാത്ത ലോകത്തിൽ എനിക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ കുറിപ്പുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ യുവാവിന് എന്തുമാത്രം സ്വാധീനം ആ കുട്ടിയുടെ ജീവിതത്തിൽ, ആ കുട്ടി എന്നല്ല എല്ലാവരുടെ ജീവിതത്തിലും അല്ലെ. 400 മീറ്റർ ശരിക്കും താഴ്ചയുള്ള ഒരു പാറമടയാണെന്ന് പറയുന്നത്. അവിടെ ആ വലിയൊരു പോലും പോകാൻ മടിക്കുന്ന പാറമടയാണ്. അവിടെയാണ് ഈ കുട്ടി ട്യൂഷന് പോയി തിരിച്ചു വന്നതിന് ശേഷം ചോറും എടുത്ത് സ്കൂളിൽ പോകുമ്പോഴാണ് ഈ കുട്ടിയില് ബാഗ് കരക്കി വെച്ചിട്ടാണ് ഈ കുട്ടിയിലേക്ക് ചാടുന്നത്. അത്രയും മനോവിഷമം ഉണ്ടായിക്കൊണ്ട്. എന്തുകൊണ്ടാണ്? സ്വന്തം ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിനുള്ള ട്രെയിനിങ്ങും കൗൺസിലിങ്ങും നമ്മൾ കൊടുത്തിട്ടില്ല. ഇതുവരെ കുട്ടികളെ കൊടുക്കുന്നില്ല. ഈ പ്രായക്കാർക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു കാലഘട്ടമായി തീരാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുകയാണ് അവര്. ഇപ്പൊ കൊറിയൻ ഭംഗി കണ്ട അവരുടെ ഫേസ് പോലുള്ള ആൾക്കാരെ, പുരുഷന്മാരെയാണ് കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്, പെൺകുട്ടികള്. ഇനി അവരുടെ ഡ്രാമകളിൽ എങ്ങനെയാണ് കാമുകിയെ പുന്നരിച്ച് അല്ലെങ്കിൽ പിന്നിൽ പാത്രം പിടിച്ച് നടക്കുന്ന കുറെ ഒലിപ്പീരി ചെക്കന്മാരുണ്ടാവില്ലേ? സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സ്ത്രൈണ സ്വഭാവമുള്ള ചെക്കന്മാര് ഒലിപ്പിച്ച് നടക്കുന്നു. അങ്ങനെയുള്ള ഭർത്താക്കന്മാര്, അങ്ങനെയുള്ള കാമുകന്മാരെയാണ് ഇവരെ ഡ്രാമയിൽ കൂടി ചിത്രീകരിക്കുന്നത്. അപ്പൊ ഒരു കാമുകിയെ രക്ഷിക്കാൻ വരുന്ന ആ ഒരു പിന്നിലെ ഒലിപ്പിച്ച് നടക്കുന്ന ആ ഒരു പുരുഷനുണ്ടല്ലോ, അങ്ങനെയുള്ള പരിവേഷമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ പണ്ടൊക്കെ ഈ ഡിങ്കൻ രക്ഷിക്കാൻ വരും അല്ലെങ്കിൽ അങ്ങനെ രക്ഷിക്കാൻ വരും എന്നൊക്കെ കുട്ടികൾ വിചാരിച്ചിരുന്ന കാലഘട്ടത്തില് ഇപ്പൊ ഇവര് വിചാരിക്കുന്നത് ഇമാതിരിയുള്ള ചെക്കന്മാരൊക്കെ ഇവരെ രക്ഷിക്കും എന്നാണ് ഇവരെ മനസ്സിലെ തോട്ട്. അങ്ങനെ ഇല്ലാതാകുമ്പോൾ ആ ചെക്കനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനില്ല എന്നറിയുമ്പോൾ ഉടനെ കുട്ടികൾക്ക് മനോവിഷമം ഉണ്ടാവുകയാണ്. ഉടനെ അവരെന്ത് ചെയ്യുന്നു? ഉടനെ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.